നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് വീഡിയോയിൽ ആ ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എല്ലാ കണക്ഷനും നമ്മൾ പരിശോധിച്ച് നോക്കിയതാണ്. അങ്ങനെ പരിശോധിച്ച് നോക്കിയ സമയത്ത് നമുക്ക് കംപ്ലൈൻ്റ് ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല. പക്ഷേ ഈ വീട്ടിൽ ഇപ്പോഴും മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ RCCB ട്രിപ്പ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്ത് വന്നിട്ടുള്ള കംപ്ലൈൻറ്റ് കൊണ്ടാണ് ഇവിടെ മഴ പെയ്യുന്ന സമയത്ത് RCCB ട്രിപ്പ് ആവുന്നത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമുക്ക് വീടിൻ്റെ അകത്ത് ഏത് ഭാഗത്താണ് ഈ RCCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ന്യൂട്രൽ ലൈന് എർത്തിങ് സംഭവിക്കുന്നത്, അത് എങ്ങനെയാണ് എർത്തിങ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, വെൽക്കം ബാക്ക് ടു ഗാമ റൈസ്. അപ്പോൾ വീടിൻ്റെ പുറത്തേക്ക് പോകുന്ന കണക്ഷന് ഇവിടെ പ്രശ്നമൊന്നും ഇല്ലെങ്കിലും ഇവിടെ നല്ല മഴ പെയ്യുന്ന സമയത്ത് ഈ വീട്ടിൽ ഇപ്പോഴും RCCB ട്രിപ്പ് ആവുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീടിൻ്റെ അകത്ത് വന്നിട്ടുള്ള പ്രശ്നം കൊണ്ടാണ് ഇവിടെ മഴ പെയ്യുന്ന സമയത്ത് RCCB ട്രിപ്പ് ആവുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ വീടിൻ്റെ അകത്ത് RCCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ന്യൂട്രൽ ലൈന് ഏത് ഭാഗത്ത് വെച്ചിട്ട് എർത്തിങ് സംഭവിക്കുന്നു, എങ്ങനെ എർത്തിങ് സംഭവിക്കുന്നു എന്ന് നമുക്ക് ഇനി വിശദമായിട്ട് നോക്കണം. അതിനു മുൻപ് ഈ വീഡിയോ പരമ്പര ആദ്യമായി കാണുന്ന പ്രേക്ഷകർക്ക് ഒരു സംശയം ഇതിനകം വന്നിട്ടുണ്ടാകാം. അത് മറ്റൊന്നുമല്ല, ഞാനിവിടെ സൂചിപ്പിച്ചത് RCCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ന്യൂട്രൽ ലൈന് ഏതോ ഒരു ഭാഗത്ത് വെച്ചിട്ട് എർത്തിങ് സംഭവിക്കുന്നുണ്ട്. ഇനി നമുക്കത് ഏത് ഭാഗത്താണ് ആ എർത്തിങ് സംഭവിക്കുന്നത് അത് വിശദമായിട്ട് കണ്ടെത്തണം എന്നാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വരാവുന്ന ഒരു സംശയം, അത് മറ്റൊന്നുമല്ല, ഒരു RCCB ട്രിപ്പാകാൻ പല കാരണങ്ങൾ വരുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ RCCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ന്യൂട്രൽ ലൈനാണ് ഇവിടെ എർത്തിങ് സംഭവിക്കുന്നത് എന്ന് എങ്ങനെയാണ് കൃത്യമായിട്ട് ഇവിടെ സൂചിപ്പിച്ചത്, അതിൻ്റെ കാരണം എന്താണ് എന്നൊരു ചോദ്യമായിരിക്കും നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വരുന്നത്. അപ്പോൾ ഇതിന് ഉത്തരമായിട്ട് പറയാനുള്ളത്, നമ്മൾ ഈ ഒരു വീട്ടിലേക്ക് എത്തിയപ്പോൾ ആ ഒരു വീട്ടുടമസ്ഥൻ കൃത്യമായി സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് നല്ലൊരു മഴ പെയ്യുന്ന സമയത്ത് RCCB ട്രിപ്പ് ആകുന്നുണ്ട്. പിന്നീട് നമ്മൾ എല്ലാ ബ്രേക്കറും ഓഫ് ചെയ്ത് വെച്ചിട്ടും RCCB ഒരിക്കലും ഓൺ ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് വരുന്നത് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അപ്പോൾ നമുക്കിവിടെ അറിയാം, ഒരു സിംഗിൾ ഫേസ് RCCB ട്രിപ്പ് ആകാനുള്ള 3 കാരണങ്ങളും അതുപോലെ തന്നെ ഒരു 3 ഫേസ് RCCB ട്രിപ്പ് ആകാനുള്ള 4 കാരണങ്ങളും നമുക്കറിയാം. ഞാനത് മുൻപത്തെ എപ്പിസോഡ് വീഡിയോയിൽ അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ വീട്ടിൽ വരുന്നത് ഒരു 3 ഫേസ് RCCB ആണ്. അപ്പോൾ നമുക്ക് ഈ 3 ഫേസ് RCCB ട്രിപ്പ് ആകാനുള്ള ഓരോ കാരണങ്ങളും നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ആദ്യത്തെ കാരണമായിട്ട് എടുക്കാവുന്നത്, ഒരു 3 ഫേസ് RCCBൻ്റെ ഔട്ടായിട്ട് വരുന്ന ഏതെങ്കിലും 2 ഫേസുകൾ പരസ്പരം കൂടിച്ചേരുന്ന ഒരു സാഹചര്യം വരിക. ഇങ്ങനൊരു സാഹചര്യത്തിൽ RCCB ട്രിപ്പാകും. നമുക്ക് ഈ ഒരു സ്വിച്ച് ബോർഡിലേക്ക് 2 ഫേസ് വയർ വന്നിട്ടുണ്ട് എന്ന് കരുതുക. ആ സ്വിച്ച് ബോർഡിലേക്ക് വന്നിട്ടുള്ള ആ 2 ഫേസ് വയറുകളും പരസ്പരം കൂടിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് കരുതുക. ഇങ്ങനൊരു സാഹചര്യത്തിൽ RCCB ട്രിപ്പാകും. എന്നാൽ നമുക്ക് ആ സ്വിച്ച് ബോർഡിലേക്ക് 2 ബ്രേക്കർ വഴിയാണ് ആ ഒരു ഫേസ് കണക്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ആ 2 ബ്രേക്കറും ഓഫ് ചെയ്ത് വെച്ചിട്ട് ബാക്കി എല്ലാ ബ്രേക്കറും ഓൺ ചെയ്ത് വെക്കുകയും ചെയ്യാം. RCCB ഓൺ ആക്കാനും സാധിക്കും. കാരണം RCCBയുടെ ഔട്ടായിട്ട് വരുന്ന ആ 2 ഫേസും തമ്മിൽ കൂടിച്ചേരുന്ന ആ ഒരു അവസ്ഥ നമ്മളിവിടെ ആ ഒരു ബ്രേക്കർ ഓഫ് ചെയ്തിട്ട് ഇല്ലാതാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും RCCB ഓൺ ചെയ്തിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ ഇദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യം, എല്ലാ ബ്രേക്കറും ഓഫ് ചെയ്ത് വെച്ചിട്ടും RCCB നിൽക്കുന്നില്ല എന്നാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു കാരണമല്ല എന്ന് നമുക്ക് വ്യക്തമാണ്. ഇനി നമുക്ക് RCCB ട്രിപ്പ് ആകാനുള്ള രണ്ടാമത്തെ കാരണം നോക്കാം. നമുക്കിവിടെ RCCBയുടെ ഔട്ടായിട്ട് 3 ഫേസ് കിട്ടുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഫേസ്, നമുക്ക് ഈ ഒരു ഫേസ് തന്നെ എടുക്കാം. ആ ഒരു ഫേസും ന്യൂട്രലും തമ്മിൽ, അതായത് RCCBയുടെ ഔട്ടായിട്ട് വരുന്ന
ന്യൂട്രലും തമ്മിൽ പരസ്പരം കൂടിച്ചേരുന്ന ഒരു സാഹചര്യം വരിക. നമുക്കിവിടെ ഒരു ലൈറ്റ് കാണാൻ സാധിക്കും, ഇവിടെ ഒരു സ്വിച്ച് കാണാൻ സാധിക്കും. ഈ ഒരു ലൈറ്റിൻ്റെ ഹോൾഡറിലേക്ക് മഴവെള്ളം ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് കരുതുക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഫേസും ന്യൂട്രലും തമ്മിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് വരുന്നുണ്ട്. തൽഫലമായിട്ട് ഇതുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഈ ഒരു ബ്രേക്കർ ഇവിടെ ട്രിപ്പ് ആവുന്നുണ്ട്. ഇനി ഈ ഒരു ബ്രേക്കർ ട്രിപ്പ് ആയിട്ടില്ല എങ്കിൽ RCCB ഇവിടെ ട്രിപ്പ് ആകും. എന്നാൽ നമുക്ക് ഈ RCCB ഇനി ഓൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ബ്രേക്കർ ഓഫ് ചെയ്തിട്ട് ബാക്കി എല്ലാ ബ്രേക്കറും ഓൺ ചെയ്യാൻ സാധിക്കും. RCCB ഓൺ ചെയ്തിട്ട് നമുക്ക് വൈദ്യുതി ഉപയോഗിക്കാനും സാധിക്കും. എന്നാൽ ഇദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളത് എല്ലാ ബ്രേക്കറും ഓഫ് ചെയ്തിട്ടും RCCB നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു കാരണവുമല്ല ഇവിടെ വരുന്നത് എന്ന് വ്യക്തമാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ കാരണം നോക്കാം. RCCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ഈ 3 ഫേസിൽ ഏതെങ്കിലും ഒരു ഫേസ് വയർ അത് എർത്തുമായി ഡയറക്റ്റ് കൂടിച്ചേരുന്ന ഒരു സാഹചര്യം വരിക. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ RCCB ആ ഒരു സമയത്തും ട്രിപ്പ് ആകും. നമുക്കൊരു ഉദാഹരണമായിട്ട് ഇവിടെ ഒരു മോട്ടർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു മോട്ടറിലേക്ക് നമ്മളിവിടെ സപ്ലൈ ലൈനും നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മോട്ടറിൻ്റെ സ്വിച്ചാണ് ഇവിടെ ഞാൻ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു മെറ്റൽ ബോർഡ് സ്വാഭാവികമായിട്ടും വരും. ആ ഒരു മെറ്റൽ ബോർഡിന് നമ്മൾ എന്തായാലും എർത്തും ചെയ്യാറുണ്ട്. ഇവിടെ എർത്ത് ചെയ്തിട്ടുള്ള ഈ ഒരു മെറ്റൽ ബോർഡിലേക്ക് ഇതിലേക്ക് വന്നിട്ടുള്ള ആ ഒരു ഫേസ് വയർ ടച്ചായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് കരുതുക. ഈ ഒരു സാഹചര്യത്തിൽ RCCB ട്രിപ്പ് ആകും. കാരണം RCCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ഈ ഒരു ഫേസും എർത്തും തമ്മിൽ ഡയറക്റ്റ് ഒരു ബന്ധം വരുന്നു. തൽഫലമായിട്ട് RCCB ട്രിപ്പ് ആകുന്നു. എന്നാൽ നമുക്ക് ഈ മോട്ടറിൻ്റെ ബ്രേക്കറായിട്ടുള്ള ഈ ഒരു ബ്രേക്കർ നമുക്ക് ഓഫ് ചെയ്തിട്ട് ബാക്കി എല്ലാ ബ്രേക്കറും ഓൺ ചെയ്തിട്ട് ഈ RCCB ഓൺ ചെയ്തിട്ട് കറണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു മോട്ടറിൻ്റെ സ്വിച്ചിലേക്ക് മാത്രമായിരിക്കും കറണ്ട് ഇല്ലാത്തത്. എന്നാൽ ബാക്കി എല്ലായിടത്തും നമുക്ക് കറണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ ഇദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളത് എല്ലാ ബ്രേക്കറും ഓഫ് ചെയ്തിട്ടും RCCB നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു കാരണം ഇവിടെ വരുന്നില്ല എന്ന് വ്യക്തമാണ്. ഇനി നമുക്ക് നാലാമത്തെ കാരണം നോക്കാം. നാലാമത്തെ കാരണം എന്നത് RCCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ന്യൂട്രൽ ലൈന് അത് ഡയറക്റ്റ് ന്യൂട്രൽ ബാറിലേക്ക് എത്തിച്ചേരുന്നു. ന്യൂട്രൽ ബാറിൽ നിന്ന് പിന്നീട് നമ്മൾ വയർ ഉപയോഗിച്ചിട്ട് ഓരോ സ്വിച്ച് ബോർഡിലേക്കും അത് നമ്മൾ കൊണ്ടുപോകുന്നു. ഇങ്ങനെ കൊണ്ടുപോകുന്ന ആ ഒരു ന്യൂട്രൽ വയർ പിന്നീട് നമ്മൾ ലൈറ്റ്, ഫാന് അങ്ങനെ വരുന്ന എല്ലാ ലോഡിലേക്കും അത് ഡയറക്റ്റ് കണക്ഷൻ കൊടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ഇനി ഈ RCCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ഈ ഒരു ന്യൂട്രൽ ലൈന് അത് നമ്മൾ വയർ ഉപയോഗിച്ചിട്ട് ആദ്യം ന്യൂട്രൽ ബാറിലേക്ക് കൊടുക്കുന്നു. അതിനുശേഷം ഈ ന്യൂട്രൽ ബാറിൽ നിന്ന് നമ്മൾ വീണ്ടും വയർ ഉപയോഗിച്ചിട്ട് സ്വിച്ച് ബോർഡിലേക്ക് കൊണ്ടുവരുന്നു. ഇനി സ്വിച്ച് ബോർഡിൽ നിന്ന് വീണ്ടും വയർ ഉപയോഗിച്ചിട്ട് അത് ലോഡിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ ലോഡ് പ്രവർത്തിപ്പിക്കുന്നത്. ഇനി ഈ RCCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ന്യൂട്രൽ ലൈന് അത് ഉപകരണത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ഇനി ആ ഒരു ഉപകരണത്തിന് ബോഡി ഷോർട്ട് സംഭവിച്ചിട്ടുണ്ട്, ആ ഒരു ഉപകരണത്തിന് നമ്മൾ എർത്തും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഉപകരണത്തിൽ നിന്ന് അതിൻ്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് ന്യൂട്രൽ കറണ്ട് ഒഴുകുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ ഈ ഒരു ഘട്ടത്തിലും ഇവിടെ RCCB ട്രിപ്പ് ആകും. കാരണം RCCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ന്യൂട്രൽ ലൈന് ഡയറക്റ്റ് എർത്തിങ് സംഭവിക്കുന്നുണ്ട്. തൽഫലമായിട്ട് RCCB നമുക്ക് ഓൺ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിട്ട് മാറും. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ DB ബോർഡിൽ വന്നിട്ടുള്ള എല്ലാ ബ്രേക്കറും നമ്മൾ ഓഫ് ചെയ്ത് വെച്ചാലും നമുക്ക് ഈ RCCB ഓൺ ചെയ്യാൻ സാധിക്കില്ല. കാരണം RCCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ഫേസ് ലൈനിൽ മാത്രമാണ് ബ്രേക്കറിൻ്റെ കണക്ഷൻ എല്ലാം തന്നെ വരുന്നത്. RCCBയുടെ ഔട്ടായിട്ട് വരുന്ന ന്യൂട്രൽ ലൈന് അത് ആ ഒരു ഉപകരണത്തിലേക്ക് ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കുന്ന രീതിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ RCCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ഈ ന്യൂട്രൽ വയർ അത് ഉപകരണത്തിലേക്ക് എത്തുന്നതിന് മുൻപ് എർത്തിങ് സംഭവിക്കുകയാണെങ്കിലും
RCCB നിൽക്കാത്ത അവസ്ഥ വരുന്നുണ്ട്. ഇനി RCCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ന്യൂട്രൽ ലൈന് അത് നമ്മൾ ഒരു ഉപകരണത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഉപകരണത്തിൻ്റെ ബോർഡിൽ നിന്ന് ന്യൂട്രൽ ലൈന് ഇതേ സമയം പുറത്തേക്ക് ഒഴുകുന്നുണ്ട് എന്ന് കരുതുക. ഈ ഒരു ഉപകരണത്തിന് നമ്മൾ നിലവിൽ എർത്ത് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് കരുതുക. അപ്പോൾ ഈ RCCB ഇവിടെ ട്രിപ്പ് ആകുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഉപകരണത്തിന് എർത്ത് കണക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ചില സാഹചര്യവശാൽ ഇതിന് എർത്ത് കണക്ഷൻ കിട്ടുന്ന ആ ഒരു സന്ദർഭത്തിൽ ഈ RCCB ട്രിപ്പ് ആകാം. അപ്പോൾ ഇവിടെ RCCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ന്യൂട്രൽ ലൈന് അത് ഡയറക്റ്റ് എർത്തിങ് കിട്ടുന്ന സാഹചര്യത്തിൽ ഇവിടെ RCCB ട്രിപ്പ് ആകാം. ഇങ്ങനെ RCCB ട്രിപ്പ് ആവുന്ന സാഹചര്യത്തിൽ നമ്മൾ DB ബോർഡിൽ വന്നിട്ടുള്ള എല്ലാ ബ്രേക്കറും നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ടും എന്നിട്ട് നമ്മൾ RCCB മാത്രം ഓണാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഇവിടെ RCCB നമുക്ക് ഓണാക്കാൻ സാധിക്കില്ല. കാരണം RCCBയുടെ ഔട്ടായിട്ട് വരുന്ന ഫേസ് ലൈനിൽ മാത്രമാണ് ഈ ഒരു MCB അല്ലെങ്കിൽ ബ്രേക്കർ വരുന്നത്. RCCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ന്യൂട്രൽ ലൈന് അത് ഡയറക്റ്റ് ഉപകരണത്തിലേക്ക് കൊടുക്കുന്ന രീതിയാണ് നമ്മൾ വയറിങ്ങിൽ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു 3 ഫേസ് RCCB ട്രിപ്പ് ആകാനുള്ള 4 കാരണങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇവിടെ ആദ്യത്തെ 3 കാരണങ്ങളും ഇവിടെ വരുന്നില്ല. കാരണം ഇദ്ദേഹം മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ബ്രേക്കറും ഓഫ് ചെയ്ത് വെച്ചിട്ടും RCCB നിൽക്കുന്നില്ല എന്ന്. അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് 4ാമത്തെ കാരണം, അതായത് 3 ഫേസ് RCCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ന്യൂട്രൽ ലൈനാണ് ഇവിടെ എർത്തിങ് സംഭവിക്കുന്നത്. ഇത് കാരണമാണ് RCCB ട്രിപ്പ് ആകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുകൊണ്ടാണ് ഞാനിവിടെ 3 ഫേസ് RCCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ന്യൂട്രൽ ലൈനാണ് ഇവിടെ എർത്തിങ് സംഭവിക്കുന്നത് എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഞാനിവിടെ 3 ഫേസ് RCCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ന്യൂട്രൽ ലൈന് തന്നെയാണ് എർത്തിങ് സംഭവിക്കുന്നത് എന്ന് പറയാനുള്ള ആ ഒരു കാരണം നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായി എന്ന് മനസ്സിലാക്കുന്നു. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഞാൻ ഈ വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ പുറത്തേക്ക് പോകുന്ന എല്ലാ കണക്ഷനും, അതായത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എല്ലാ കണക്ഷനും നമ്മൾ പരിശോധിച്ച് നോക്കിയതാണ്. കാരണം RCCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ന്യൂട്രൽ ലൈനാണ് ഇവിടെ എർത്തിങ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാണ്. പക്ഷെ പുറത്തേക്ക് പോകുന്ന ഈ RCCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ന്യൂട്രൽ ലൈന് എർത്തിങ് സംഭവിക്കുകയാണെങ്കിൽ ഇവിടെ RCCB ട്രിപ്പ് ആകാൻ അത് കാരണമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ മുൻപത്തെ എപ്പിസോഡിൽ വളരെ വ്യക്തമായി സൂചിപ്പിച്ചതാണ്. ഇനി ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന എല്ലാ കണക്ഷനും നമ്മൾ പരിശോധിച്ച് നോക്കിയ സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒരു കംപ്ലൈൻറ്റ് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം, വീടിൻ്റെ പുറത്തേക്ക് പോകുന്ന കണക്ഷന് ഇവിടെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ തീർച്ചയായിട്ടും വീടിനകത്ത് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇവിടെ മഴ പെയ്യുന്ന സമയത്ത് RCCB ട്രിപ്പ് ആകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപ്രകാരം ഞാൻ ഈ വീടിൻ്റെ പുറം ചുമരിൽ വന്നിട്ടുള്ള എല്ലാ സ്വിച്ച് ബോർഡുകളും നമ്മൾ അഴിച്ചു നോക്കി. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ എന്താണ് ഈ പുറം ചുമര് എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകാത്തവരുണ്ടാവാം. കാരണം ഓരോ സ്ഥലത്തും ഓരോ പ്രാദേശിക ഭാഷയിലൊക്കെ ചില വാക്കുകൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു റൂം പരിചയപ്പെടുത്തി തരാം. അതിനുശേഷം ആ റൂമിൻ്റെ 4 ചുമരും പരിചയപ്പെടുത്തി തരാം. അതിനുശേഷം നമുക്ക് പുറം ചുമര് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഒരു റൂം ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടാം. ഞാനിപ്പോൾ നിൽക്കുന്ന റൂമിൻ്റെ തെക്ക് വശത്തുള്ള ചുമരാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത്. ഈ ഒരു ചുമരിൽ ഒരു വലിയ ചാർട്ട് പേപ്പർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഇലക്ട്രിക്കൽ ഡയഗ്രാമൊക്കെ വരച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ചുമരിൻ്റെ ഒരു സൈഡിലായിട്ട് ഡോറ് കാണാൻ സാധിക്കും. നമുക്ക് ആ ഡോറ് വഴി അപ്പുറത്തേക്ക് കടന്നിട്ട് നമുക്ക് ഈ ചുമരിൻ്റെ മറുവശം കൂടി നമുക്ക് നോക്കാം. ഈ ഒരു ചുമരിൻ്റെ മറുവശം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കുറച്ച് ഭാഗം ബാത്റൂമിൻ്റെ ചുമരായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലും കുറച്ച് ഭാഗം ഹാളിൻ്റെ ചുമരായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 ചുമരായാലും മഴ പെയ്യുന്ന സമയത്ത് ഈ ഒരു ചുമര് ഒട്ടും നനയാനുള്ള ഒരു സാധ്യതയും നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം ഈ ഒരു ചുമരൊക്കെ വന്നിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ ടോപ്പ് വാർപ്പിൻ്റെ താഴെയായിട്ട് വരുന്ന ചുമരുകളാണ്. ഇനി നമുക്ക് വീണ്ടും റൂമിനകത്തേക്ക് തന്നെ കിടക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് റൂമിൻ്റെ കിഴക്ക് വശത്തുള്ള ഒരു ചുമരാണ്. ഈ ഒരു ചുമരിൽ ഒരു ലൈറ്റ് പോയിന്റ് കാണാൻ സാധിക്കും.
അതുപോലെ തന്നെ ഒരു സ്വിച്ച് ബോർഡും കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചുമരിൻ്റെ മറുവശം കൂടി നമുക്ക് നോക്കാം. ഈ ഒരു ചുമരിൻ്റെ മറുവശം എന്നത് കുറച്ച് ഭാഗം ഹാളിൻ്റെ ചുമരായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഭാഗങ്ങൾ സിറ്റ് ഔട്ടിൻ്റെ ഭാഗമായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ സിറ്റ് ഔട്ടിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആ ഒരു ചുമരും അതുപോലെ തന്നെ ഹാളിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഈ ഒരു ചുമരും അത് മഴ പെയ്യുന്ന സമയത്ത് ഒട്ടും നനയാനുള്ള ഒരു സാധ്യതയും വരുന്നില്ല. കാരണം ഇതെല്ലാം വീടിൻ്റെ ടോപ്പ് വാർപ്പിൻ്റെ താഴെ വരുന്ന ചുമരുകളാണ്. ഇനി നമുക്ക് വീണ്ടും റൂമിനകത്തേക്ക് തന്നെ കിടക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ ചുമര് നമുക്ക് നോക്കാം. ഈ ഒരു ചുമര് വരുന്നത് റൂമിൻ്റെ വടക്ക് വശത്താണ് വരുന്നത്. ഇത് പുറം ചുമരായിട്ട് വരുന്ന ഒരു ചുമരാണ്. നമുക്കിവിടെ ഒരു ജനൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു കട്ടിലിൻ്റെ സൈഡിലായിട്ട് ഒരു സ്വിച്ച് ബോർഡും കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗത്തും ഒരു സ്വിച്ച് ബോർഡ് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ചുമരിൻ്റെ മറുവശം കൂടി നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ കണ്ട റൂമിൻ്റെ വടക്ക് വശത്തുള്ള ചുമരിൻ്റെ മറുവശമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഒരു ചുമര് ഒരു പുറം ചുമരായിട്ട് കണക്ക് കൂട്ടാം. ഈ ഒരു ചുമരിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു സൺസൈഡ് കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു ജനൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചുമരിൻ്റെ ഭാഗങ്ങളായിട്ട് വരുന്നത് വീടിൻ്റെ മുറ്റം, അതുപോലെ വീട് നിൽക്കുന്ന ആ ഒരു സ്ഥലം, അങ്ങനെയൊക്കെയാണ് വരുന്നത്. നമുക്ക് ഇവിടെ ഒരു ഡാർപ്പായ കാണാൻ സാധിക്കും. ഈ ഒരു ഡാർപ്പായ ഇവിടെ ഇല്ലെങ്കിൽ നല്ല മഴ പെയ്യുന്ന സമയത്തൊക്കെ ഈ ജനലിൻ്റെ അടിഭാഗം വരെ നനയാറുണ്ട് എന്നതാണ് വാസ്തവം. അപ്പോൾ നമുക്ക് നല്ല മഴ പെയ്യുന്ന സമയത്ത് ഈ ചുമര് നനയാനുള്ള ഒരു സാധ്യതയായിട്ട് കണക്കൂട്ടാം. ഇനി നമുക്ക് വീണ്ടും റൂമിനകത്തേക്ക് തന്നെ കടക്കാം. വീണ്ടും റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് റൂമിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള ആ ഒരു ചുമരാണ്. ഇവിടെ പടിഞ്ഞാറ് വശത്തുള്ള ഈ ഒരു ചുമരിൽ നമുക്കൊരു ജനൽ കാണാൻ സാധിക്കും. ആ ഒരു ജനലിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ട്യൂബ് ലൈറ്റ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ചുമരിൻ്റെ താഴത്തെ ഭാഗത്തും നമുക്കൊരു ട്യൂബ് ലൈറ്റ് കാണാൻ സാധിക്കും. ആ ഒരു ട്യൂബ് ലൈറ്റിൻ്റെ തൊട്ടടുത്ത് ഒരു 8R ബോർഡും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ചുമരും ഒരു പുറം ചുമരായിട്ട് നമുക്ക് കണക്കൂട്ടാം. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു പടിഞ്ഞാറ് വശത്തുള്ള ചുമരിൻ്റെ നേരെ പുറകു വശം അല്ലെങ്കിൽ മറുവശം കൂടി നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്ക് റൂമിൽ നിന്ന് പുറത്തേക്ക് കിടക്കാം. നമ്മളിപ്പോൾ കണ്ട ആ ഒരു പടിഞ്ഞാറ് വശത്തുള്ള ചുമരിൻ്റെ നേരെ പുറകുവശമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നിങ്ങൾക്ക് ഒരു സൺസൈഡ് കാണാൻ സാധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ജനൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചുമരിനോട് ചേർന്നിട്ട് ബൈക്കുകൾ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഷെഡ് ഉണ്ടാക്കിയതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ ഒരു ഷെഡ് ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ നല്ല മഴ പെയ്യുന്ന സമയത്തൊക്കെ തൂവാലടിച്ചിട്ട് ഈ ഒരു ചുമരിൻ്റെ പകുതി ഭാഗം വരെ നനയാറുണ്ട്. അപ്പോൾ ഇവിടെ തൂവാല എന്താണ് എന്നറിയാത്തവരുണ്ടാവാം. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നല്ല ഒരു മഴ പെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കാറ്റടിക്കുന്നു. അപ്പോൾ പടിഞ്ഞാറ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. ഇവിടെ നിന്ന് അറബിക്കടലിലേക്ക് 800 മീറ്റർ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നല്ല മഴ പെയ്യുന്ന സമയത്ത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കാറ്റടിക്കുന്ന അവസരത്തിൽ നമ്മുടെ ഈ പുറം ചുമരൊക്കെ നല്ല രീതിയിൽ നനയാറുണ്ട്. അപ്പോൾ ഈ ഷീറ്റ് വന്ന ഭാഗത്ത് പുറം ചുമര് നനയാറില്ല, കാരണം ആ ഒരു ഷീറ്റ് തടസ്സമാണ്. എന്നാൽ ആ ഷീറ്റ് വരാത്ത ഇതേ പടിഞ്ഞാറ് വശത്തുള്ള
മറ്റു ഭാഗത്തൊക്കെ മഴ പെയ്യുന്ന സമയത്ത് തൂവാലടിച്ചിട്ട് നല്ല രീതിയിൽ നനയാറുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞത് പടിഞ്ഞാറ് വശത്തുള്ള പുറം ചുമര് നനയുന്ന കാര്യത്തെക്കുറിച്ചിട്ടാണ്. ഇനി നമുക്ക് ഇതേ റൂമിൻ്റെ തന്നെ വടക്ക് വശത്തുള്ള ഈ ഒരു പുറം ചുമരും അതും നനയാനുള്ള സാധ്യത വരുന്നുണ്ട്. പക്ഷെ ഈ വടക്ക് വശത്തുള്ള ചുമരിൻ്റെ ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ടാർപ്പായ കെട്ടിയത് കാണാൻ സാധിക്കും. അത് വാഹനം നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കെട്ടിയതാണ്. പക്ഷെ ഈ ഒരു ടാർപ്പായ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു ചുമരും നല്ല മഴ പെയ്യുന്ന സമയത്തൊക്കെ ആ ജനലിൻ്റെ അടിഭാഗം വരെ നനയാറുണ്ട്. പക്ഷെ ഈ പടിഞ്ഞാറ് വശത്തെ ചുമര് നനയുന്ന അത്ര ഈ ഒരു ഭാഗം നനയാറില്ല. കാരണം നമുക്ക് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് സാധാരണ കാറ്റടിക്കാറ്. അപ്പോൾ അതുകൊണ്ട് പടിഞ്ഞാറ് വശത്തെ ചുമര് കൂടുതൽ നനയും. എന്നാൽ വടക്ക് വശത്ത് വരുന്ന ചുമര് അത്ര അങ്ങോട്ട് നനയാറില്ല. അത് വളരെ കുറച്ച് മാത്രമേ നനയാറുള്ളൂ. ഏറി വന്നാൽ നമ്മുടെ ആ ജനലിൻ്റെ താഴെ വരെ മാത്രമേ നനയാറുള്ളൂ. പക്ഷെ പടിഞ്ഞാറ് വശത്തെ ചുമര് അത് കുറച്ച് കൂടുതൽ നനയാറുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഞാനിവിടെ ഒരു റൂമിൻ്റെ 4 ചുമരുകളും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണിച്ചു തന്നു. അതുപോലെ തന്നെ ആ ചുമരിൻ്റെ ഒക്കെ തന്നെ മറുവശം കൂടി കാണിച്ചു തന്നു. ഇനി ഞാൻ പുറം ചുമര് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കി പറഞ്ഞു തരാം. ഇവിടെ ഞാൻ പുറം ചുമര് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനൽ വരുന്ന ചുമരുകൾ, അതിനെയാണ് ഞാൻ പുറം ചുമര് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ജനൽ വരുന്ന ആ ഒരു ചുമരിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം റൂമിൻ്റെ ഭാഗമായിരിക്കും, മറുഭാഗം വീടിൻ്റെ മുറ്റം അല്ലെങ്കിൽ വീട് നിൽക്കുന്ന ആ ഒരു സ്ഥലം, അങ്ങനെ വരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വീടിൻ്റെ മുറ്റത്ത് മഴ പെയ്യുന്ന സമയത്ത് ഈ ചുമരിലും ആ ഒരു മഴത്തുള്ളി അല്ലെങ്കിൽ മഴവെള്ളം പതിക്കാനുള്ള സാധ്യത വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ മഴ പെയ്യുന്ന സമയത്ത് ചുമര് നനയാനുള്ള സാധ്യതകൾ പല വിധത്തിലാണ്. കാരണം ഇപ്പോൾ തൂവാലടിച്ചിട്ട് ചുമര് നനയാനുള്ള സാധ്യത വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൺസൈഡിന് ലീക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയും ചുമര് നനയാനുള്ള സാധ്യത വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്ലെയിൻ സൺസൈഡാണ് കൂടുതൽ വാർക്കാറ്. ഈ പ്ലെയിൻ സൺസൈഡ് വാർക്കുന്ന ആളുകൾ ആ സൺസൈഡ് വാർത്തതിന് ശേഷം നമ്മൾ തേക്കുന്ന സമയത്ത് ആ ഒരു സൺസൈഡിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ പൈപ്പ് വലിക്കുക അല്ലെങ്കിൽ തിണ്ട് കൊടുക്കുക അല്ലെങ്കിൽ നാമ്പ് പിടിക്കുക അങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു സംഭവം ചെയ്തിട്ടില്ല എങ്കിൽ സൺസൈഡിൻ്റെ അടിയിലൂടെ വെള്ളം ഇറങ്ങിയിട്ട് അത് ചുമരിലേക്ക് വരുന്ന സാധ്യതയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചുമര് നനയാൻ പല കാരണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ വീടിൻ്റെ പുറം ഭിത്തികളൊക്കെ അല്ലെങ്കിൽ പുറം ചുമരുകളൊക്കെ നനയാൻ പല കാരണങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എപ്പോഴും തൂവാലടിച്ചത് കൊണ്ട് തന്നെ ചുമര് നനയണമെന്നില്ല. ഒരു പക്ഷെ നമ്മുടെ വീടിൻ്റെ പ്ലെയിൻ സൺസൈഡ് അത് പൈസ ഇല്ലാത്തത് കൊണ്ട് ഒരു പക്ഷെ തേച്ചിട്ടുണ്ടായിരിക്കില്ല. തേക്കാത്തത് കൊണ്ട് തന്നെ ആ സൺസൈഡിൻ്റെ അറ്റത്തായിട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ആ ഒരു തിണ്ട് അല്ലെങ്കിൽ ആ ഒരു നാമ്പ് അല്ലെങ്കിൽ ആ ഒരു പൈപ്പ് വലിക്കുന്ന ആ ഒരു ജോലി അതൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ആ ഒരു സൺസൈഡിൻ്റെ മുകളിലൂടെ വരുന്ന വെള്ളം ആ ഒരു വെള്ളം സൺസൈഡിൻ്റെ അടിയിലൂടെ ഒലിച്ചിറങ്ങിയിട്ട് അത് ചുമരിലേക്ക് നേരിട്ട് വരുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ പ്ലംബിങ്ങിൻ്റെ വർക്കൊക്കെ ചെയ്യുമ്പോൾ സൺസൈഡൊക്കെ ഹോളാക്കിയിട്ട് പൈപ്പുകളൊക്കെ ഇറക്കാറുണ്ട്. ഇങ്ങനെ പൈപ്പുകളൊക്കെ ഇറക്കിയതിന് ശേഷം സിമെൻറ്റ് ഉപയോഗിച്ചിട്ട് പാക്കും ചെയ്യാറുണ്ട്. പക്ഷേ സിമെൻറ്റ് ഉപയോഗിച്ചിട്ട് പാക്ക് ചെയ്ത് അത് ശരിയായിട്ടില്ല എങ്കിലും ആ സിമെൻറ്റ് ഉപയോഗിച്ചിട്ട് പാക്ക് ചെയ്ത ഭാഗത്തു കൂടെ വെള്ളം താഴോട്ട് ഒലിച്ചിറങ്ങാറുമുണ്ട്. അപ്പോൾ ഇങ്ങനെ പല സാഹചര്യങ്ങൾ കൊണ്ടും ഈ പുറം ചുമരുകളൊക്കെ നനയാൻ സാധ്യത നമുക്ക് കാണാൻ സാധിക്കും. പുറം ചുമര് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീടിൻ്റെ ജനൽ വരുന്ന ചുമരുകളാണ് ഞാൻ ഈ പുറം ചുമര് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ജനൽ വരുന്ന ചുമരിലൊക്കെ നമ്മൾ സ്വിച്ച് ബോർഡുകൾ കൊടുക്കാറുണ്ട് വീടിൻ്റെ ഉള്ളിലായിട്ട്. എന്നാൽ ഇതേ ചുമരിൻ്റെ മറുവശം മഴ പെയ്യുന്ന സമയത്ത് നനയുന്ന സാഹചര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ വിഷയം എന്നത് നമ്മൾ നിലവിൽ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എല്ലാ കണക്ഷനും നമ്മൾ പരിശോധിച്ച് നോക്കിയതാണ്. അങ്ങനെ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒരു കംപ്ലൈൻറ്റും കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഈ വീട്ടിൽ മഴ പെയ്യുന്ന സമയത്ത് ഇപ്പോഴും ഈ RCB ട്രിപ്പ് ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം വരുന്നത് വീടിനകത്ത് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ ഇനി വീടിൻ്റെ അകത്ത് ഏത് ഭാഗത്ത് വെച്ചിട്ടാണ് ഈ RCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ന്യൂട്രൽ ലൈൻ എർത്തിങ് സംഭവിക്കുന്നത്, അത് എങ്ങനെയാണ് എർത്തിങ് സംഭവിക്കുന്നത് എന്നാണ് ശരിക്കും നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇത് കണ്ടെത്താൻ വേണ്ടി ഞാൻ ആദ്യം ഈ വീട്ടിലെ പുറം ചുമരിൽ വരുന്ന എല്ലാ സ്വിച്ച് ബോർഡുകളും അത് നമ്മൾ അഴിച്ചു നോക്കി. ഇവിടെ 2 നില വരുന്ന വീടാണ്. അപ്പോൾ ഈ 2 നിലയിലും വരുന്ന എല്ലാ സ്വിച്ച് ബോർഡുകളും, അതായത് പുറം ചുമരിൽ വരുന്ന എല്ലാ സ്വിച്ച് ബോർഡുകളും നമ്മൾ അഴിച്ചു നോക്കി. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം വരാം, ഇവിടെ ഈ പുറം ചുമരിൽ വന്നിട്ടുള്ള സ്വിച്ച് ബോർഡുകൾ എന്തിനാണ് അഴിച്ചു നോക്കിയത്? ഈ പുറം ചുമരിൽ വന്നിട്ടുള്ള സ്വിച്ച് ബോർഡും
RCB ട്രിപ്പ് ആവുന്ന കാര്യം തമ്മിൽ എന്താണ് ബന്ധം എന്നതിനെ കുറിച്ചിട്ട് ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവാം. തീർച്ചയായിട്ടും ആ ഒരു സംശയം മാറ്റുവാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യകാരണങ്ങൾ വളരെ വ്യക്തമായി കാണിച്ചു തരാം. നമ്മളിപ്പോൾ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട റൂമിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള ആ ഒരു ചുമരാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഒരു ചുമര് ഒരു പുറം ചുമരാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കും. കാരണം ഇവിടെ നമുക്കൊരു ജനൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ജനലിൻ്റെ സൈഡിലായിട്ട് നമുക്കിവിടെ ഒരു എട്ടാറിൻ്റെ ബോർഡും കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചുമരിൻ്റെ പുറകുവശം അല്ലെങ്കിൽ ഈ ചുമരിൻ്റെ മറുവശം കൂടി നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ചുമരിൻ്റെ നേരെ മറുവശം അല്ലെങ്കിൽ അതിൻ്റെ പുറകുവശമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഒരു ചുമരിൻ്റെ ഭാഗം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നല്ലൊരു മഴ പെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു ചുമര് നനയാനുള്ള സാധ്യത നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ചുമര് നനയാനുള്ള പല സാധ്യതകളും ഞാൻ മുൻപ് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു ചുമര് നനയുന്നു എന്ന് വിചാരിക്കുക. ഇനി നമുക്ക് റൂമിനകത്തേക്ക് തന്നെ കടക്കാം. ഞാനിപ്പോൾ റൂമിൻ്റെ അകത്താണ് നിൽക്കുന്നത്. ഈ ഒരു 8R മെറ്റൽ ബോർഡ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അത് ചുമരിൻ്റെ പുറത്ത് ഇരിക്കുന്ന അവസ്ഥയിലാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ഒരു 8R മെറ്റൽ ബോക്സ് അത് ഇരിക്കുന്നത് ചുമരിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഈ 8A3 ബോക്സ് ഇരിക്കുന്ന അവസ്ഥയിലാണെന്ന് നിങ്ങൾ കരുതുക. ഇപ്പോൾ ഈ ഒരു 8R ബോക്സ് നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് ഒരു ഡബിൾ ടാപ്പ് ഉപയോഗിച്ചിട്ട് ആ ഒരു പുറം ചുമരിൽ വെറുതെ ഒട്ടിച്ച് വെച്ചതാണ്. എന്നാൽ വീടുകളിലൊക്കെ വരുന്നത് ഈ ഒരു 8A3 മെറ്റൽ ബോക്സ് ഇരിക്കുന്നത് പോലെ തന്നെ ചുമരിൻ്റെ ഉള്ളിൽ വരുന്ന അവസ്ഥയിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ ഈ വീട്ടിൽ വന്നിട്ടുള്ള ഈ ഒരു പുറം ചുമരിൽ വരുന്ന ഈ മെറ്റൽ ബോർഡുകളൊക്കെ അഴിച്ചു നോക്കാനുള്ള കാരണം അതുകൂടി സൂചിപ്പിക്കാം. നമുക്ക് ഈ വീട്ടിൽ വരുന്ന ആ ഒരു പ്രശ്നം എന്നത് മഴ പെയ്യുന്ന സമയത്ത് മറ്റെല്ലാ ബ്രേക്കറും ഓഫ് ചെയ്ത് വെച്ചിട്ടും RCCB ട്രിപ്പാകുന്നു എന്നൊരവസ്ഥയാണ് ട്രിപ്പാകുന്ന ഒരവസ്ഥയാണ് അവിടെ വരുന്നത്. എന്നാൽ പിറ്റേ ദിവസം ഒരു ഇലക്ട്രീഷ്യൻ വന്നിട്ട് RCCB ഓണാക്കി കഴിഞ്ഞാൽ പിന്നീട് പ്രശ്നങ്ങളൊന്നും കാണാനും സാധിക്കുന്നില്ല. അതാണ് വീട്ടിലെ മെയിൻ പ്രശ്നം. അപ്പോൾ ഇവിടെ എല്ലാ ബ്രേക്കറും ഓഫ് ചെയ്ത് വെച്ചിട്ടും RCB നിൽക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് RCCBയുടെ ഔട്ടായിട്ട് വരുന്ന ന്യൂട്രലൈന് എർത്തിങ് സംഭവിച്ചിട്ടാണ് RCCB ട്രിപ്പ് ആകുന്നത് എന്ന് നമുക്ക് മുൻപ് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഈ RCBയുടെ ഔട്ടായിട്ട് വരുന്ന ന്യൂട്രലൈന് ഏത് ഭാഗത്ത് വെച്ചിട്ടാണ് എർത്തിങ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പുറം ചുമരിൽ വരുന്ന എല്ലാ മെറ്റൽ ബോർഡും ഇവിടെ അഴിച്ചു നോക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊരു സംശയം വരാം, ഇവിടെ ഈ ഒരു പുറം ചുമരിൽ വരുന്ന മെറ്റൽ ബോർഡും അതുപോലെ തന്നെ മഴ പെയ്യുന്ന സമയത്ത് RCCB ട്രിപ്പ് ആവുന്ന ആ ഒരു അവസ്ഥയും തമ്മിൽ എന്ത് ബന്ധമാണ് വരുന്നത്? അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പുറം ചുമരിൽ ഒരു 8R ബോർഡ് കൊടുത്തിട്ട് വീഡിയോ ചെയ്യുകയാണ്. ഇങ്ങനെ പുറം ചുമരിൽ മെറ്റൽ ബോർഡൊന്നും വരുന്നില്ല എന്നിങ്ങനെ കുറച്ച് സംശയങ്ങളൊക്കെ വരാം. അപ്പോൾ നമുക്ക് ആദ്യം പല വീടുകളിലും ഈ പുറം ചുമരിൽ വരുന്ന മെറ്റൽ ബോർഡുകൾ നമുക്കൊന്ന് കാണാം. അതുപോലെ തന്നെ ആ പുറം ചുമരിൽ ആ മെറ്റൽ ബോർഡ് കൊടുക്കുന്നതിൻ്റെ കാരണങ്ങളും അതുപോലെ തന്നെ ആ ഒരു മെറ്റൽ ബോർഡ് ഫ്ലോറിൽ നിന്ന് നിൽക്കുന്ന ഹൈറ്റും അതുപോലെ തന്നെ മെറ്റൽ ബോർഡിൻ്റെ അളവും അവയൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. അതിനുശേഷം നമുക്ക് ഈ പുറം ചുമരിൽ വരുന്ന ഈ ഒരു മെറ്റൽ ബോർഡും ഇവിടെ മഴ പെയ്യുന്ന സമയത്ത് RCB ട്രിപ്പാകാനുള്ള കാരണവും എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ആദ്യം ഓരോ വീടുകളിലും പുറം ചുമരിലായിട്ട് വരുന്ന ആ മെറ്റൽ ബോർഡുകൾ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം 3200 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട്ടിൽ ആ വീട്ടിലെ മുകളിലത്തെ നിലയിൽ പുറം ചുമരിലായിട്ട് ഒരു 8R ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആ രംഗം നമുക്കൊന്ന് നോക്കാം.
പുറം ചുമരിലായിട്ട് ആ ഒരു 8 ബോക്സ് വരുന്നത് നിങ്ങൾ കണ്ടു. ഈ ഒരു ബോക്സിൻ്റെ ഹൈറ്റ് വരുന്നത് ഫ്ലോറിൽ നിന്ന് 135 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് അത് വരുന്നത്. ഇനി ഈ ഒരു 8 ബോക്സ് വരുന്ന ആ ചുമരിൻ്റെ പുറകുവശം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ 8 ബോക്സ് ഇരിക്കുന്ന ആ ഒരു ചുമരിൻ്റെ പുറകുവശം നിങ്ങൾ വ്യക്തമായി കണ്ടു. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, ഇവിടെ മഴ പെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു പുറകിലെ ചുമര് തൂവാലടിച്ചിട്ടൊക്കെ നനയാനുള്ള ഒരു സാധ്യത നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതേ വീട്ടിൽ തന്നെ മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂം വരുന്നുണ്ട്. അപ്പോൾ അതിലെ ഒരു ബെഡ്റൂമിൽ വന്നിട്ടുള്ള ആ ഒരു കട്ടിലിൻ്റെ സൈഡിലായിട്ട് വരുന്ന സ്വിച്ച് ബോർഡുകൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ആ ഒരു പുറം ചുമരിൽ 2 മെറ്റൽ ബോക്സ് വന്നതായിട്ട് നിങ്ങൾ കണ്ടു. ഒന്ന് വലിയ ഒരു മെറ്റൽ ബോർഡാണ്, ഒന്ന് ചെറുതുമാണ്. അപ്പോൾ ഇവിടെ വലിയ മെറ്റൽ ബോർഡ് എന്നത് 9.3 ചെറുത് 3.3 കൊടുത്തിട്ടുള്ളത്. ഇതിന് രണ്ടിൻ്റെയും ഹൈറ്റ് വരുന്നത് ഫ്ലോറിൽ നിന്ന് 85 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ആ ഒരു 3.3 ബോക്സ് അത് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കാനുള്ള കാരണം ആ ഒരു വീട്ടുടമസ്ഥൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. സാധാരണഗതിയിൽ ആ ഒരു വലിയ ബോക്സിൽ തന്നെയാണ് ആ ഒരു 3 പിൻ സോക്കറ്റൊക്കെ കൊടുക്കാറ്. പക്ഷേ ആ ഒരു വീട്ടുടമസ്ഥൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ആ 3.3 ബോക്സ് ജനല താഴെയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കൊടുത്തത് കാരണം അദ്ദേഹത്തിന് ജനലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് മൊബൈൽ ഫോൺ വെക്കുകയും ചെയ്യാം. അതിൻ്റെ ആ ഒരു ചാർജർ ഈ ഒരു 3.3 ബോക്സിൽ ഇനി ഒരു 3 പിൻ സോക്കറ്റ് വരും. അപ്പോൾ അതിൽ കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൗകര്യാർത്ഥമാണ് നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ 2 മെറ്റൽ ബോർഡും വരുന്ന ആ ചുമരിൻ്റെ നേരെ പുറകുവശം കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ആ 2 മെറ്റൽ ബോർഡും വരുന്ന ആ ചുമരിൻ്റെ നേരെ പുറകുവശം നിങ്ങളിപ്പോൾ കണ്ടു. ഇനി ഇതേ വീട്ടിൽ തന്നെ പല ഭാഗത്തും ഇവിടെ പുറം ചുമരായിട്ട് വരുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ വീടിൻ്റെ അകത്ത് ഇതുപോലെ മെറ്റൽ ബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം, ഇവിടെ ഈ ഒരു വീട്ടിൽ മാത്രമാണോ ഇങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ഒരു സംശയം ഒരു പക്ഷേ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവാം. അപ്പോൾ ഇവിടെ ഈ ഒരു പുറം ചുമരിലായിട്ട് വരുന്ന ഭാഗത്തൊക്കെ എല്ലായിടത്തും എല്ലാവരും ഈ ഒരു മെറ്റൽ ബോർഡൊക്കെ കൊടുക്കുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ഇവിടെ സ്വിച്ച് ബോർഡിൻ്റെ സ്ഥാനം നിർണ്ണയിക്കുന്നതിൽ വാസ്തവത്തിൽ ഇലക്ട്രീഷ്യന് റോളൊന്നും വരുന്നില്ല. ഈ സ്വിച്ച് ബോർഡിൻ്റെ സ്ഥാനം ഒക്കെ നിർണ്ണയിക്കുന്നത് എപ്പോഴും ആർക്കിടെക്ട് ആണ്. ഈ ആർക്കിടെക്ട് വരച്ച പ്ലാൻ അനുസരിച്ചിട്ടാണ് വാസ്തവത്തിൽ ഇലക്ട്രീഷ്യന് വർക്ക് ചെയ്യുന്നത്. ഇവിടെ സ്വിച്ച് ബോർഡിൻ്റെ അളവിൽ ഇലക്ട്രീഷ്യന്മാർ മാറ്റം വരുത്താറുണ്ട്. ഇപ്പോൾ നമുക്ക് 2 സ്വിച്ച് വരുന്ന സ്ഥാനത്ത് നമുക്കൊരു 4.3 ബോക്സ് ആവശ്യം വരുന്നില്ല. അവിടെ നമുക്കൊരു 3.3 ബോക്സ് കൊടുത്താൽ മതി. ചുമരിൽ വരുന്ന ബോർഡിൻ്റെ അളവ് തീരുമാനിക്കുന്നത് എപ്പോഴും ഇലക്ട്രീഷ്യൻ ആയിരിക്കും. പക്ഷെ ആ ഒരു ബോർഡിൻ്റെ സ്ഥാനം, അതായത് ഇന്ന ബോർഡ് ഇന്ന ഭാഗത്ത് വരണം എന്നൊക്കെ തീരുമാനിക്കുന്നത് എപ്പോഴും ഈ ആർക്കിടെക്ട് തന്നെയായിരിക്കും. ഇനി നമുക്ക് വേറൊരു ആർക്കിടെക്ട് വരച്ച പ്ലാൻ അനുസരിച്ചിട്ട് നമ്മൾ വേറൊരു ഭാഗത്ത് ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീട്ടിൽ വന്നിട്ടുള്ള പുറം ചുമരിൽ വരുന്ന സ്വിച്ച് ബോർഡുകൾ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചു തന്നത് 2800 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഇരുനില വീടിൻ്റെ അടുക്കളയിൽ സ്ലാബിൻ്റെ അടിയിലായിട്ട് ഒരു മെറ്റൽ ബോർഡ് പുറം ചുമരിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു രംഗമാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇപ്പോൾ അടുക്കളയിലെ സ്ലാബിൻ്റെ അടിയിൽ വന്ന ആ ഒരു മെറ്റൽ ബോർഡ് ഇരിക്കുന്ന ചുമര് നമ്മൾ കണ്ടു. ഇനി ആ ഒരു മെറ്റൽ ബോർഡ് ഇരിക്കുന്ന ചുമരിൻ്റെ നേരെ മറുവശം അല്ലെങ്കിൽ പുറകുവശം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആ ഒരു അടുക്കളയിൽ സ്ലാബിൻ്റെ അടിയിൽ വരുന്ന ആ ഒരു മെറ്റൽ ബോർഡ് ഇരിക്കുന്ന ആ ചുമരിൻ്റെ നേരെ പുറകുവശം നമ്മളിപ്പോൾ കണ്ടു. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, ഇവിടെ മഴ പെയ്യുന്ന സമയത്തൊക്കെ തൂവാലടിച്ചിട്ടൊക്കെ ഈ ഒരു ചുമര് നനയാനുള്ള ഒരു സാധ്യത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇതേ വീട്ടിൽ തന്നെ നമ്മൾ ഇൻവെർട്ടറിന് ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു 8.3 ബോക്സാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു 8.3 ബോക്സ് കോണി വരുന്നതിൻ്റെ ചുവട്ടിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്.
ആ ഒരു രംഗം നമുക്ക് നോക്കാം. ആ ഇൻവെർട്ടറിൻ്റെ ബോർഡായിട്ട് നമ്മൾ 8-3 മെറ്റൽ ബോർഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമുക്ക് ഇൻവെർട്ടർ ചാർജ് ചെയ്യാൻ ഒരു 3 പിൻ സോക്കറ്റ് ആവശ്യമാണ്. പിന്നെ അതിൻ്റെ ഒരു സ്വിച്ചും നമുക്ക് ആവശ്യമാണ്. പിന്നെ ഇൻവെർട്ടറിൻ്റെ ഔട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഒരു 3 പിൻ സോക്കറ്റ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇവിടെ 2 3 പിൻ സോക്കറ്റും ഒരു സ്വിച്ചും വരുമ്പോൾ നമുക്കവിടെ 8-3 മെറ്റൽ ബോർഡ് തന്നെ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. നമുക്ക് മറ്റൊരു രീതിയിലും ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ 8-3 മെറ്റൽ ബോർഡ് കൊടുത്തതിന് പകരം അവിടെ ഒരു 4-3 മെറ്റൽ ബോർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 4-3 മെറ്റൽ ബോർഡിൽ നമുക്കൊരു 3 പിൻ സോക്കറ്റും ഒരു സ്വിച്ചും കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇൻവെർട്ടർ ചാർജ് ചെയ്യുന്ന കാര്യത്തിൽ അവിടെ ക്ലിയർ ആണ്. ഇനി ഇൻവെർട്ടറിൻ്റെ ഔട്ടായിട്ട് വരുന്ന ആ ഒരു വയർ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു 4-3 ബോക്സിൽ നിന്ന് ഒരു പൈപ്പ് താഴോട്ട് ഇറക്കിയതിന് ശേഷം ഒരു ബെൻഡ് പുറത്തേക്ക് ചാടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബെൻഡിലൂടെ വീണ്ടും ഈ ഒരു ബോക്സ് വഴി നമുക്ക് ഇൻവെർട്ടറിൻ്റെ ഔട്ടായിട്ട് വരുന്ന വയർ കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ 2 രീതിയിലും ഇൻവെർട്ടറിൻ്റെ ഈ വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പുറം ചുമരിലായിട്ട് വരുന്ന ഈ ഒരു 8-3 മെറ്റൽ ബോക്സ് നമ്മൾ കൊടുത്ത ഹൈറ്റ് വരുന്നത് ആ പടവിൽ വരുന്ന ഫസ്റ്റത്തെ കല്ലിൻ്റെ മുകൾ ഭാഗത്താണ് അത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ അടുക്കളയിൽ സ്ലാബിൻ്റെ അടിയിലായിട്ട് മറ്റൊരു മെറ്റൽ ബോക്സ് കണ്ടിരുന്നു. അതും ആ പടവിൽ വരുന്ന ഫസ്റ്റത്തെ കല്ലിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. ഇത് എല്ലാവരും സാധാരണ കൊടുക്കുന്ന ഒരു ഹൈറ്റ് തന്നെയാണ് നമ്മളും ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ 8-3 മെറ്റൽ ബോക്സ് വരുന്ന ആ ചുമരിൻ്റെ നേരെ മറുവശം അല്ലെങ്കിൽ പുറകുവശം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു 8-3 മെറ്റൽ ബോക്സ് ഇരിക്കുന്ന ആ ചുമരിൻ്റെ പുറകുവശം അല്ലെങ്കിൽ മറുവശം കൂടി നമ്മൾ കണ്ടു. നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നല്ലൊരു മഴ പെയ്യുന്ന സമയത്ത് തൂവാലടിച്ചിട്ടൊക്കെ ഈ ഒരു ചുമരിൻ്റെ പുറകുവശം നനയാനുള്ള ഒരു സാധ്യത നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതേ വീട്ടിൽ തന്നെ പുറം ചുമരിലായിട്ട് ബെഡ്റൂമിൽ 2 മെറ്റൽ ബോർഡ് വന്നിട്ടുണ്ട്. ആ ഒരു ദൃശ്യം നമുക്ക് നോക്കാം. ആ ഒരു പുറം ചുമരിലായിട്ട് 2 മെറ്റൽ ബോക്സ് വന്നത് നിങ്ങൾ കണ്ടു. അതിൻ്റെ ഹൈറ്റ് വരുന്നത് ഫ്ലോറിൽ നിന്ന് 85 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ 2 മെറ്റൽ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം ഇവിടെ കട്ടിൽ ഏത് സൈഡിലേക്ക് ഇട്ട് കഴിഞ്ഞാലും അവർക്ക് ആ ഒരു ബെഡ് സ്വിച്ച് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിലാണ് 2 മെറ്റൽ ബോക്സ് 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു 4-3 ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 9-3 ബോക്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫാനും ലൈറ്റിൻ്റെയും സ്വിച്ച് ആ ഒരു 4-3 ബോക്സിൽ അത് കട്ടിൽ ഏത് ഭാഗത്തേക്ക് തിരിക്കുന്നു എന്നതിനനുസരിച്ചിട്ട് നമുക്കതിൽ കൊടുക്കാം. ആ ബാക്കിയുള്ള സ്വിച്ചുകളൊക്കെ തന്നെ നമുക്ക് 9-3 ബോക്സിൽ കൊടുക്കാം എന്ന് കരുതിയിട്ടാണ് അവിടെ ഒരു 4-3 ബോക്സും ഒരു 9-3 ബോക്സും കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ 2 മെറ്റൽ ബോക്സും ഇരിക്കുന്ന ആ ചുമരിൻ്റെ പുറകുവശം കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ 2 മെറ്റൽ ബോർഡ് വരുന്ന ആ ചുമരിൻ്റെ പുറകുവശം കൂടി നമ്മളിപ്പോൾ കണ്ടു. നമുക്ക് ഈ 2 മെറ്റൽ ബോർഡ് വരുന്ന ആ ചുമരിൻ്റെ പുറകുവശം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ നല്ലൊരു മഴ പെയ്യുന്ന സമയത്ത് തൂവാലൊക്കെ അടിച്ചിട്ട് ചുമര് നനയാനുള്ള ഒരു സാധ്യത നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഈ ഒരു എപ്പിസോഡ് വഴി തന്നെ ഞാൻ എന്താണ് ഈ പുറം ചുമര് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കി തന്നു എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഞാൻ ഈ പുറം ചുമരിൽ സ്വിച്ച് ബോർഡ് വരുന്ന കാര്യങ്ങൾ ഇവിടെ വളരെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ആ പുറം ചുമര് സ്വിച്ച് ബോർഡ് വരുമ്പോൾ ആ ചുമരിൻ്റെ പുറകുവശം നനയാനുള്ള സാധ്യതയും ഞാനിവിടെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പുറം ചുമരിൽ വരുന്ന ഓരോ മെറ്റൽ ബോർഡ് എടുത്ത് കാണിക്കുമ്പോഴും അതിൻ്റെ ഹൈറ്റ് കൂടി ഇവിടെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇവിടെ വളരെ സിമ്പിളാണ്. നമുക്ക് ഒരു കട്ടിലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു സ്വിച്ച് ബോർഡ് വേണം എന്ന് കരുതുക. അപ്പോൾ നമുക്ക് ആ കട്ടിൽ കിടന്നിട്ട് ആ ഒരു സ്വിച്ച് ബോർഡിൽ വന്നിട്ടുള്ള സ്വിച്ച് ഓൺ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് വരുന്നത് ഫ്ലോറിൽ നിന്ന്
ഒരു 75 സെൻറ്റിമീറ്റർ, 80 സെൻറ്റിമീറ്റർ, 85 സെൻറ്റിമീറ്റർ, 90 സെൻറ്റിമീറ്റർ, ഒരു പക്ഷേ 1 മീറ്റർ ഇങ്ങനെയായിരിക്കും അത് കൊടുക്കുന്നത്. കാരണം നമുക്ക് ആ ഒരു കട്ടിലിൽ കിടന്നിട്ട് ആ ഒരു സ്വിച്ച് ബോർഡിൽ വന്നിട്ടുള്ള ആ സ്വിച്ചുകൾ ഓൺ ചെയ്യാൻ സാധിക്കണം. ഇനി നമ്മൾ ഡോറിൻ്റെ ഭാഗത്ത് നമ്മൾ സ്വിച്ച് ബോർഡ് കൊടുക്കാറുണ്ട്. കാരണം നമുക്ക് റൂമിലേക്ക് കടക്കുന്ന സമയത്തും തിരിച്ച് ആ റൂമിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്തും നമുക്ക് ആ റൂമിലെ സ്വിച്ചുകളൊക്കെ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമുക്കൊരു സ്വിച്ച് ബോർഡ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ കൊടുക്കുന്ന ആ ഒരു സ്വിച്ച് ബോർഡിൻ്റെ ഹൈറ്റ് യഥാക്രമം ഫ്ലോറിൽ നിന്ന് 125 സെൻറ്റിമീറ്റർ, 130 സെൻറ്റിമീറ്റർ, 135 സെൻറ്റിമീറ്റർ, 140 സെൻറ്റിമീറ്റർ അങ്ങനെ വരുന്ന ഹൈറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. കാരണം നമ്മൾ നടന്നു വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ നടന്നു വരുന്ന സമയത്ത് നമുക്ക് കുമ്പിടാതെ തന്നെ ആ ഒരു സ്വിച്ച് ഓൺ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ആ ഒരു ഹൈറ്റ് ആയിരിക്കും അവിടെ കൊടുക്കുന്നത്. ഇനി നമ്മൾ കട്ടലിൻ്റെ അടിയിലൊക്കെ ഫൂട്ട് ലൈറ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ കട്ടലിൻ്റെ അടിയിലൊക്കെ ഫൂട്ട് ലൈറ്റ് കൊടുക്കുമ്പോൾ അത് ഫ്ലോറിൽ നിന്നും ഒരടി അകലത്തിലായിരിക്കും അത് കൊടുക്കുന്നത്. കാരണം നമുക്ക് ആ കട്ടലിൻ്റെ ഉള്ളിൽ ആ ഒരു ഫൂട്ട് ലൈറ്റ് വരികയാണെങ്കിൽ നമുക്ക് ആ റൂമിൻ്റെ ഫ്ലോറിലൊക്കെ നല്ല വെളിച്ചം കിട്ടുകയും ചെയ്യും. എന്നാൽ കണ്ണിലേക്ക് ഡയറക്റ്റ് ആ ഒരു പ്രകാശം ഒന്ന് അടിക്കുന്ന ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഒരു ചുമരിൽ നമ്മളൊരു ബോർഡ് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ബോർഡിൽ വരുന്ന ഹൈറ്റിൽ വ്യത്യാസം നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും. അപ്പോൾ ബോർഡിൻ്റെ ഹൈറ്റ് എപ്പോഴും തീരുമാനിക്കുന്നത് ബോർഡ് എന്ത് ആവശ്യത്തിനാണോ ഉപയോഗിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിട്ടാണ്. ഇപ്പോൾ നമുക്ക് പുറം ചുമരായാലും ഇനി നമ്മുടെ ആ റൂമിൻ്റെ ചുമര് തന്നെ മറ്റു റൂമിൻ്റെ ചുമരായിട്ട് വരുന്ന ചുമരുകളും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പുറം ചുമരായാലും അകം ചുമരായാലും ഏത് ചുമരായാലും ആ ഒരു ചുമരിൽ ഒരു സ്വിച്ച് ബോർഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഹൈറ്റ് എപ്പോഴും തീരുമാനിക്കുന്നത് ആ ബോർഡ് എന്ത് ആവശ്യത്തിനാണോ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിട്ടാണ്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വാതിൽ കടന്നു വരുന്ന സമയത്ത് നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഫ്ലോറിൽ നിന്ന് ഒരു 125, 130, 135, 140 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ കൊടുത്താലാണ് ആ ഒരു കടന്നു വരുന്ന വ്യക്തിക്ക് കുമ്പിടാതെ ആ ഒരു സ്വിച്ച് ഓൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഒരു ബെഡ് സ്വിച്ച് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ആ കട്ടിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന വിധത്തിലാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് നമ്മൾ കൊടുക്കുന്നത് ഫ്ലോറിൽ നിന്ന് 75 സെൻറ്റിമീറ്റർ, 80 സെൻറ്റിമീറ്റർ, 85 സെൻറ്റിമീറ്റർ, 90 സെൻറ്റിമീറ്റർ, ഒരു പക്ഷേ 1 മീറ്ററും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു കട്ടിലിൽ നമ്മൾ കിടന്നതിന് ശേഷം നമുക്ക് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് ആ ഒരു സ്വിച്ച് ഓൺ ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലാണ് അതിൻ്റെ ഹൈറ്റൊക്കെ തീരുമാനിക്കുന്നത്. നമ്മൾ ചുമരിൽ വരുന്ന ബോർഡിൻ്റെ ഹൈറ്റ് നമ്മൾ സ്വിച്ച് ബോർഡ് ഏത് ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിട്ട് ആ സ്വിച്ച് ബോർഡിൻ്റെ ഹൈറ്റിൽ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് പുറം ചുമരായാലും അകം ചുമരായാലും നമുക്ക് ആ ഒരു ചുമരിൽ ഒരു മെറ്റൽ ബോർഡോ അല്ലെങ്കിൽ സാധാരണ ഒരു ബോർഡോ വരുമ്പോൾ അതിൻ്റെ അളവിലും നമുക്ക് മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഞാൻ തന്നെ ഈ വീഡിയോയിൽ 8R ബോർഡ് ആദ്യം കാണിച്ചു തന്നു. അതിനുശേഷം 4:3 ബോക്സ് കാണിച്ചു തന്നു. അതിനുശേഷം പിന്നീട് 8:3 ബോക്സ് കാണിച്ചു തന്നു. അതിനുശേഷം 9:3 ബോർഡ് കാണിച്ചു തന്നു. അപ്പോൾ ഇവിടെ 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള അളവിലുള്ള ബോർഡുകൾ തന്നെ കാണിച്ചു തന്നു. അപ്പോൾ ഈ ബോർഡിൻ്റെ അളവൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് ആ ബോർഡിൽ എത്ര സ്വിച്ചുകളാണ് വരുന്നത്, അതുപോലെ തന്നെ എത്ര 3-പിൻ സോക്കറ്റാണ് വരുന്നത്, അതുപോലെ തന്നെ എത്ര റെഗുലേറ്ററാണ് വരുന്നത് എന്നതിൻ്റെ എണ്ണത്തിനെ ആശ്രയിച്ചിട്ട് ബോർഡിൽ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിവിടെ 2 സ്വിച്ച് വരുന്ന സ്ഥാനത്ത് നമുക്കൊരു 3:3 ഒരു മെറ്റൽ ബോക്സ് കൊടുത്താൽ മതിയാവും. എന്നാൽ നമുക്ക് ഒരു 8 സ്വിച്ച് വരുന്ന ഭാഗത്ത് നമുക്കൊരു 8:3 ബോക്സ് കൊടുത്താൽ അത് നമുക്ക് ശരിയാവില്ല. കാരണം ഒരു 8:3 മെറ്റൽ ബോക്സിൽ നമുക്ക് 6 സ്വിച്ചാണ് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ നമുക്ക് 8 സ്വിച്ച് ആ ഒരു ബോർഡിൽ വരണമെങ്കിൽ നമുക്ക് അവിടെ 9:3 ബോക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ സ്വിച്ചിൻ്റെ എണ്ണത്തെ ആശ്രയിച്ചിട്ടും അതുപോലെ തന്നെ ആ ഒരു ബോർഡിൽ വരുന്ന റെഗുലേറ്ററിൻ്റെ എണ്ണത്തെ ആശ്രയിച്ചിട്ടും അതുപോലെ തന്നെ ആ ഒരു ബോർഡിൽ വരുന്ന 3-പിൻ സോക്കറ്റിൻ്റെ എണ്ണത്തെ ആശ്രയിച്ചിട്ടും അതുപോലെ വരുന്ന ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഈ ഒരു ബോർഡിൻ്റെ അളവിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ കടക്കാം. നമ്മുടെ വിഷയം എന്നത് നമ്മളിപ്പോൾ ചെന്നിട്ടുള്ള ആ ഒരു വീട്ടിൽ നല്ലൊരു മഴ പെയ്യുന്ന സമയത്ത് RCB നിൽക്കാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തിയപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം RCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ന്യൂട്രൽ ലൈന് ഏതോ ഒരു ഭാഗത്ത് വെച്ചിട്ട് എർത്തിങ് സംഭവിക്കുന്നുണ്ട്. ഇത് കാരണമാണ് മഴ പെയ്യുന്ന സമയത്ത് ഈ RCB നിൽക്കാത്തത് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പുറം ചുമരിൽ വന്നിട്ടുള്ള ഈ ഒരു സ്വിച്ച് ബോർഡുകളൊക്കെ അഴിച്ചു നോക്കാനുള്ള കാരണം ഇവിടെ നമുക്കറിയാം RCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ന്യൂട്രൽ ലൈന് എർത്തിങ് സംഭവിക്കുന്നത് കാരണമാണ് ഇവിടെ നല്ലൊരു മഴ പെയ്യുന്ന സമയത്ത് RCBയുടെ ഔട്ടായിട്ട് വരുന്ന ന്യൂട്രൽ ലൈന് ഡയറക്റ്റ് എർത്തിങ് സംഭവിക്കുന്ന കാരണമാണ് RCB ട്രിപ്പ് ആകുന്നത്. അത് നമുക്ക് അറിയാവുന്ന സംഗതിയാണ്. അപ്പോൾ ആ ഒരു സംഗതിക്ക്
ഇവിടെ പുറം ചുമരിൽ വന്നിട്ടുള്ള ഈ സ്വിച്ച് ബോർഡുകൾ കാരണമായിട്ട് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പുറം ചുമരിൽ വന്നിട്ടുള്ള എല്ലാ സ്വിച്ച് ബോർഡുകളും നമ്മളിവിടെ അഴിച്ചു നോക്കുന്നത്. ഇത് നമുക്ക് അഴിച്ചു നോക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ കാരണം കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചില സംശയങ്ങൾ ഇവിടെ വരാം. ഈ പുറം ചുമരിൽ വന്നിട്ടുള്ള ഈ ഒരു സ്വിച്ച് ബോർഡും അതുപോലെ തന്നെ മഴ പെയ്യുന്ന സമയത്ത് ട്രിപ്പാവുന്ന ഈ RCCബിയും തമ്മിൽ എന്ത് ബന്ധമാണ് വരുന്നത്, അതുപോലെ തന്നെ മഴ പെയ്യാത്ത സമയത്ത് എന്തുകൊണ്ടാണ് RCB ട്രിപ്പാകാത്തത്, അതുപോലെ തന്നെ ഈ RCB ട്രിപ്പായിട്ട് പിറ്റേ ദിവസം ഇലക്ട്രീഷ്യൻ വന്നിട്ട് അത് ഓൺ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് വീണ്ടും ഒരു പ്രശ്നമില്ലാതെ ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നത് എന്നിങ്ങനെയുള്ള ചില സംശയങ്ങൾ തീർച്ചയായിട്ടും വരാം. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ വളരെ വ്യക്തമായിട്ട് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ അതിന് കൂടി മറുപടി നമുക്ക് അടുത്ത ആഴ്ചയല്ല, അതിൻ്റെ അടുത്ത ആഴ്ച നമുക്ക് ഈ വീഡിയോയുടെ ബാക്കി എപ്പിസോഡായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ ഇവിടെ താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു.